ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഇനി 2021 വരാൻ പോകുന്ന എക്സാമുകളുടെ ലിസ്റ്റ്, വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കി. ഇനിയും പറയാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സ്റ്റഡി മെറ്റീരിയലും പിന്നെ ഇൻ അഡീഷൻ ആയിട്ട് കുറച്ച് ടെക്സ്റ്റ് ബുക്സുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ റിവ്യൂ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ, സബ്ജക്ട് വൈസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ ഇന്നത്തെ എൻ്റെ റിവ്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനിയും ഒട്ടനവധി എക്സാമുകൾ നമുക്ക് വരാൻ പോകുന്നു. ആ എക്സാമുകൾക്ക് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷന് നല്ല ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയലുകൾ ആവശ്യമാണ്. എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് മെറ്റീരിയൽസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിവ്യൂസുമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം ഇതിൽ ഉൾപ്പെടാത്തത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് അതിനകത്ത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസും തിയറി പോർഷൻസും ന്യൂമറിക്കൽസും എല്ലാം നല്ല രീതിയിൽ മനസ്സിലാകുന്നതാണ് എങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റ്, അതിന്റെ ഓഥറിന്റെ പേര്, നിങ്ങൾക്ക് അതിനകത്തുള്ള റിവ്യൂസും നിങ്ങളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം അത് മറ്റുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിനൊക്കെ അതൊരു ഉപയോഗമായിരിക്കും. മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സോ എൻ്റെ റിവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ബുക്ക്ലെറ്റ്സുകളാണ്. ആദ്യം നമുക്ക് നോക്കാം. സാധാരണ ടെക്നിക്കൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഇലക്ട്രോണിന്റെ ഈ ടെക്സ്റ്റ്. 101 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും സാധാരണ എല്ലാവരുടെ കയ്യിലും കാണുന്നത്. നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണിത്. ഇതിനകത്ത് 2005 തൊട്ട് 2017 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഓവർസിയർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഡ്രാഫ്റ്റ്സ്മാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ, സർവേയർ, വർക്ക് സൂപ്രണ്ടന്റ്, ജൂനിയർ ഇൻസ്ട്രക്ടർ, ട്രേസർ, ട്രേഡ്സ്മാന്, അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ, ലെക്ചറർ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻസ്, അതേപോലെ ലെക്ചറർ ഇൻ പോളിടെക്നിക്സ്, ഫീൽഡ് അസിസ്റ്റന്റ്, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ആർക്കിടെക്ചർ ഡ്രാഫ്റ്റ്സ്മാൻ, എഞ്ചിനീയർ അസിസ്റ്റന്റ് ഓൺ ഡിഫറെന്റ് ഗ്രേഡ്സ്. ഇതിന്റെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബെസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണിത്. ഇതിന്റെ പുതിയ വേർഷൻ, പുതിയ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പഴയ എഡിഷൻ ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് എല്ലാവരുടെയും കാണുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് പുതിയ എഡിഷൻ ആണ്. നേരത്തെ നടന്ന കുറച്ച് ഏറെ എക്സാമുകൾ ഉണ്ടായിരുന്നല്ലോ, ആ എക്സാമിന്റെയൊക്കെ ആൻസർ കീയും ക്വസ്റ്റ്യൻ പേപ്പറും ഇൻക്ലൂഡ് ചെയ്ത് പുതിയൊരു എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു റാങ്ക് ഫയലിൽ നമുക്ക് ഇററുകൾ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇലക്ട്രോൺ ടെക്സ്റ്റിനകത്ത് നല്ല രീതിയിൽ എററുകൾ ഉണ്ട്. കാരണം അത് കുറച്ച് സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചു വരുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ ഇതിനകത്ത് എന്താണ് എറർ സംഭവിച്ചിട്ടുള്ളതെന്ന്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിൽ ഇലക്ട്രോൺ ടെക്സ്റ്റിനെ ഫേസ് ചെയ്യാവൂ എന്ന് ഞാൻ എടുത്തു പറയാണ്. പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ എക്സാം എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സിലബസ് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് വരണം. അതിനകത്ത് നമ്മൾ ഒന്നുകിൽ KPSCയുടെ സൈറ്റിൽ കയറി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് അവിടുന്ന് തന്നെ ഒരു ഫൈനൽ ആൻസർ കീ, അതും കാറ്റഗറി വൈസ് അടിച്ചു കൊടുത്ത് നമ്മൾ ഫൈനൽ ആൻസർ കീ ഡൗൺലോഡ് ചെയ്യണം. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പൊ നമ്മളത് ടിക്ക് ചെയ്ത് ഒന്നുകിൽ പ്രിന്റ് ഔട്ട് എടുത്ത് അത് ടിക്ക് ചെയ്ത് നമ്മൾ അങ്ങനെയായിരിക്കും പഠിക്കുന്നത്. അതിനെക്കാട്ടി നല്ലത് ഒരു ബുക്ക്ലെറ്റ് വാങ്ങിക്കുന്നത് തന്നെയാണ്. അത്രയും നമ്മുടെ സമയം ചുമ്മാ കളയേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഈ ഒരു ബുക്ക്ലെറ്റ് വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ആൻസർ കീക്കകത്ത് ഒത്തിരിയേറെ മിസ്റ്റേക്കുകളുണ്ട്. അത് നിങ്ങൾ കുറച്ച് സബ്ജക്റ്റ് പഠിച്ചു വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അതിലെന്തെങ്കിലും ഒരു ഇറർ ഉണ്ടെന്ന്. കാരണം PSC നമുക്കറിയാം, ഒരു എക്സാം നടത്തി കഴിയുമ്പം ആദ്യം ഒരു പ്രൊവിഷണൽ ആൻസർ കീ അവരിടാറുണ്ട്. അതിനകത്ത് കുറേയേറെ മിസ്റ്റേക്ക് കാണും. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് പ്രൊഫൈലിലൂടെ പറയാറുണ്ട്, ഒബ്ജക്ഷൻ പറയാറുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഒരു ഫൈനൽ ആൻസർ കീ അവരിടും. അപ്പൊ അതിന്റെ ബേസിസിൽ വീണ്ടും കുറെ കറക്ഷൻസ് കാണുമായിരിക്കും.
കാരണം ഇതിനകത്ത് നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു ആൻസർ ഒന്നെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യും ആ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അത് വേറൊരു ആൻസർ ആയിരിക്കും തരുന്നത്. അപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, പി എസ് സിയുടെ ആൻസർ നമുക്ക് കൊടുത്തെങ്കിൽ മാത്രമേ പി എസ് സി നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. നമ്മളുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് അവരെ മനസ്സിലാക്കുവാണെങ്കിൽ മാത്രമേ അവർ ആ ആൻസർ കീയോട് കറക്റ്റ് ആണെന്ന് പറയുകയും ആൻസർ കീ മാറ്റുകയും ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാൻ ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് ആണ് ഇലക്ട്രോണിക് ടെക്സ്റ്റ്. പൊതുവെ എല്ലാവരുടെ കയ്യിലും കാണുന്നതാണ്. റിവേഴ്സ്ഡ് എഡിഷന് ഇപ്പൊ അവൈലബിളുമാണ്. ആദ്യം പറഞ്ഞത് നേരത്തെ എഡിഷൻ ആണ്, അതിപ്പം അതിനെക്കാട്ടിലും ഇപ്പം റിവേഴ്സ്ഡ് ആയിട്ടുള്ള എഡിഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത്. ഓക്കെ, നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇററുകൾ മനസ്സിലാക്കി ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കോടെ വെച്ചിട്ട് മാത്രമേ പി എസ് സി ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഈ ടെക്സ്റ്റിനെ ഫേസ് ചെയ്യാവൂ. അത് എടുത്തു പറയുകയാണ്. കാരണം ഇററുകൾ ഒഴിഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിന്റെ റെഫറൻസിൽ നിങ്ങൾ ഇലക്ട്രോണെ ഫേസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് പൊതുവെ എല്ലാവരുടെ കയ്യിലും കാണപ്പെടുന്നതാണ്. RS കുർമി, JK ഗുപ്തയുടെ സിവിൽ എഞ്ചിനീയറിംഗ് കൺവെൻഷണൽ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് 4500+ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വിത്ത് ഹിൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആദ്യം കുറെ സബ്ജക്റ്റ് ആൻഡ് തിയറീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന തരം തിയറീസ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒത്തിരി മാക്സിമം ഇൻ ഡെപ്ത് ഒന്നും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പം അത് ഒരു AE ലെവലിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയല്ല. കാരണം അവരവിടെ എഴുതിയിട്ടുണ്ട് ഗേറ്റ് ആൻഡ് അതർ കോമ്പറ്റേറ്റീവ് എക്സാം എന്നാണ് പറയുന്നത്. ഗേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ AE ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഗേറ്റിന് അല്ലെങ്കിൽ AE ലെവലിന് അധികം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഓവർസിയർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗ്രേഡിന് നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. കുറെ തിയറി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റീവ് തുടങ്ങുന്നത് നല്ല രീതിയിൽ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും തോന്നും. അതാണ് സിവിൽ എഞ്ചിനീയറിംഗ് കുർമി ഗുപ്തയുടെ ഒരു പ്രത്യേകത. ഇതിനകത്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. അതിനുശേഷം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, ഹൈഡ്രോളിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ്, സർവേയിങ്, ബിൽഡിംഗ് മെറ്റീരിയൽ, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്, ഹൈവേ എഞ്ചിനീയറിംഗ്, റെയിൽവേ എഞ്ചിനീയറിംഗ്, soil mechanics and foundation, building construction, concrete technology, reinforced cement concrete structures, steel structure design, construction management എന്നിവയാണ് നമുക്ക് വേണ്ട സബ്ജക്ട്സ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. പിന്നെ എടുത്തു പറയാണ് ഇതിനകത്തും കുറേയേറെ ഇററുകളുണ്ട്. ഇററുകൾ മനസ്സിലാക്കി വേണം പഠിക്കാന്. അപ്പൊ ഇതിനകത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത റെഫർ ചെയ്തിട്ടേ നിങ്ങളും എന്ത് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺ പറഞ്ഞ പോലെ ഉള്ളൂ, കുറേയേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതിനകത്ത് കുറേയേറെ ഇററുകളും ഉണ്ട്. ആ ഇറർ നോക്കി വേണം ഇത് പഠിക്കാൻ. പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് കാണാൻ നിങ്ങൾക്ക് അത് സഹായിക്കും. കുറെ ക്വസ്റ്റ്യൻസും നമുക്കറിയാം ഈ ഒരു ടെക്സ്റ്റും നിങ്ങളുടെ PSC ഇലക്ട്രോണും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുറെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് പണ്ട് തൊട്ടേ. അപ്പൊ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ട്രെൻഡ് നിങ്ങൾക്ക് കിട്ടാൻ ഈ ഒരു ടെക്സ്റ്റ് നല്ലതാണ്. കുർമി ഗുപ്ത എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ടൈപ്പ്, ഓവർസിയർ ഗ്രേഡിന് ഒരു ബെസ്റ്റ് ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഓവർസിയർ ഗ്രേഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ആണ് PK നായറിന്റെ ഒബ്ജക്റ്റീവ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. UPSC, KPSC, RRB കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അതേപോലെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ, സൈറ്റ് എഞ്ചിനീയർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഓവർസിയർ, സർവേയർ, ക്വാണ്ടിറ്റി സർവേയർ, ഇൻസ്ട്രക്ടർ, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്, വർക്ക് സൂപ്പർവൈസർ, വർക്ക് സൂപ്രണ്ടന്റ്, അങ്ങനെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അത് അടുക്കി ഓരോ സബ്ജക്ട് വൈസ് ആണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൺവീനിയന്റ് ആണ് നോക്കാന്. സെയിം പേജ് തന്നെ താഴെയായിട്ടാണ് അതിന്റെ ആൻസർ കീയും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നോക്കാനും പറ്റും, നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനും പറ്റും. ഓരോ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞിട്ട് സബ്ജക്ട് വൈസ് ആയിട്ട് നമുക്ക് നോക്കാൻ, കുർമിയുടെ കൂട്ട് തന്നെ തിയറി പക്ഷെ ഇല്ല എങ്കിൽ പോലും നമുക്ക് നോക്കാൻ നല്ല ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് PK നായറിന്റെ ഒബ്ജക്റ്റീവ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. കൂടുതൽ പേരും ഈ കുർമി ഗുപ്തയൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ PK നായറും ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് തന്നെയാണ്. കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ്, നല്ല ടെക്സ്റ്റ് ആണ്.
അടുത്ത ടെക്സ്റ്റ് ബുക്ക് ITI ഡിപ്ലോമ ലെവൽ ഏത് എക്സാമിനുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ടെക്സ്റ്റ് ബുക്കാണ് ഡ്രീം ക്യാച്ചർ. പ്രത്യേകത എന്ന് പറയുന്ന ഒരു ക്വിക്ക് റെഫറൻസിന് എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്കൊന്ന് റെഫർ ചെയ്ത് പോവുക, സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് എല്ലാം ഒന്ന് കവർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടെക്സ്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരള PSCയുടെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എഴുതി അതിന്റെ ആൻസർ എഴുതി അത് എന്തുകൊണ്ട് വന്നു അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ താഴെ തന്നെ ആ എക്സ്പ്ലനേഷൻസ് കൂടി നിങ്ങൾക്ക് കാണുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കൂടി വരും. കാരണം എന്തുകൊണ്ട് വന്നു, കുറെ ആൻസർ മാത്രം കണ്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി നിങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതൊരു നല്ല ടെക്സ്റ്റ് ബുക്കാണ്. അതേപോലെ KPSCയുടെ എക്സാം പാറ്റേൺ അനുസരിച്ച് കുറെ ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് എല്ലാം ഒരുമാതിരി എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സിലബസും എക്സാം പാറ്റേൺ അനുസരിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും അവർ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഗ്രാഫിക്സ്, ഓട്ടോക്യാഡ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പല ടെക്സ്റ്റ് ബുക്കിലും ഈ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് ഒക്കെ ഒന്നും അധികം ഇൻക്ലൂഡ് ചെയ്യാറില്ല, ഓട്ടോക്യാഡ് അതൊക്കെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം കവർ ചെയ്യുന്നുണ്ട്. നല്ല ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. ഉപയോഗിക്കാൻ ഒരു ബിഗർ ആണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നല്ല ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഡ്രീം ക്യാച്ചർ. ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊരു ITI ഡിപ്ലോമ ലെവലാണ്. ഓക്കെ, ആ ITI ഡിപ്ലോമ ലെവൽ ആണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തന്നെ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കാം. ITI ഡിപ്ലോമ ലെവലിൽ ഉപയോഗിച്ച ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ ITIയിൽ പഠിപ്പിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട ഒരു ടെക്സ്റ്റ് ആണ് നിമ്മി പബ്ലിക്കേഷൻസിന്റെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലെയും ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡിൽ ചോദിക്കുന്ന സബ്ജക്റ്റുകൾ, ടോപ്പിക്സുകൾ എല്ലാം അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു തിയറി പോർഷൻസ് മാത്രമാണ് എങ്കിൽ പോലും നന്നായിട്ട് മനസ്സിലാവുന്ന തിയറിയാണ്. നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന തിയറി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റും. ഏറെക്കുറെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. അവരവരുടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നല്ലതാണിത്. നെക്സ്റ്റ് എന്റെ കയ്യിലുള്ള സബ്ജക്ട് വൈസ് ആയിട്ടുള്ള റെഫറൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്റെ റിവ്യൂ, എന്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലും നല്ല ടെക്സ്റ്റ് ബുക്സുകൾ ധാരാളം കാണും. ഞാൻ എന്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ റിവ്യൂ പറയാം. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്നുമാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് റെങ്കുവാലയാണ്. അതിനകത്ത് മെയിൻലി ആദ്യം തുടങ്ങുന്നത് തന്നെ NBCയുടെ കുറച്ച് ക്ലോസ് പറഞ്ഞുകൊണ്ടാണ്. ഫങ്ഷണൽ പ്ലാനിങ് ഓഫ് ബിൽഡിംഗ് തൊട്ട് പിന്നെ ബിൽഡിങ്ങിന്റെ ഇമ്പോർട്ടന്റ് കമ്പോണൻസ്, പിന്നെ ഫൗണ്ടേഷൻസിന്, പിന്നെ ഡീപ് ഫൗണ്ടേഷന്, പൈൽ ഫൗണ്ടേഷന്, കേസന്, കോഫർ ഡാം, സ്റ്റോൺ മേസണറി, ബ്രിക്ക് വർക്കിന്റെ സ്ട്രക്ചേഴ്സ്, പിന്നെ വരുന്നത് പാർട്ടീഷൻസ്, സ്കാഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർ പിന്നിങ്, DPC, ടെർമേറ്റ് പ്രൂഫിങ്, സിമെന്റ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ, ആർച്ചസ്, ലിൻഡൽ, സ്റ്റെയർ, ഫോം വർക്ക്, door, window and ventilators, carpentry and joinery, floors and flooring, roof, pointing and plastering, painting, varnishing, distempering, structural steel works, അങ്ങനെ കുറച്ചേറെ പോയിന്റ്സ് ആൻഡ് അവസാനം ഈ CPM പേർട്ടും പറഞ്ഞു നിർത്തുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അതെല്ലാം തിയറിയിൽ അവർ കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ബിഗിനർ ആണെങ്കിലും നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാകുന്ന ടെക്സ്റ്റുകളാണ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ റെങ്കുവാല എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ KPSC ചോദിച്ചിട്ടുള്ള അതേ ഡെഫിനേഷൻസ് തന്നെ റെങ്കുവാലയുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. അപ്പൊ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു ടെക്സ്റ്റ് ആണ് റെങ്കുവാല എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് സർവേയിങ്. സർവേയിങ്ങിന്റെ ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BC പുണ്യയാണ്. ഞാൻ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് BC പുണ്യ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ സർവേ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ആ പക്ക ഡെഫിനേഷൻസ് അതേപടി BC പുണ്യക്കകത്തുണ്ട്. അതേപോലെ നമുക്ക് റെഫർ ചെയ്യാനും നല്ലതാണ്. എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ കറക്റ്റ് ടോപ്പിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റെഫർ ചെയ്യാൻ കൂടി നമുക്ക് ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് BC പുണ്യയാണ്. അപ്പൊ സർവേയിങ്ങിന് നല്ല ടെക്സ്റ്റ് ബുക്ക് BC പുണ്യയാണ്. മറ്റു ടെക്സ്റ്റുകളും ഉണ്ട്, പക്ഷെ അതിലേറ്റവും നല്ലത് കൺവീനിയന്റ് ആയിട്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് BC പുണ്യയാണ്. ഓക്കെ,
നെക്സ്റ്റ് വൺ ആണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. അതിന് ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസാലിന്റെ ആണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനകത്ത് തിയറി പോർഷൻസ് നല്ല രീതിയിൽ, അത് ബിഗിനർ ആയിക്കൊള്ളട്ടെ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അത് ചിട്ടയായിട്ട് തന്നെ ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതും അതിന്റെ അവസാനത്തെ പേജ് ആർക്കെ ബെൻസാലിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് കുറെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു KPSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും അതിനകത്തുണ്ട്. അപ്പം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ നല്ലൊരു ടെക്സ്റ്റ് ആർക്കെ ബെൻസാൽ ആണ്. അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് FM. FM-ന് ഏറ്റവും നല്ലത് ബെൻസാലിന്റെ തന്നെ ടെസ്റ്റ് ആണ്. വലിയൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. തിയറിയും അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്ന തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് തിയറി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെ ബെൻസാലിന്റെ ആ ടെക്സ്റ്റ് നല്ലതാണ്. നെക്സ്റ്റ് വണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ITI ഡിപ്ലോമ ലെവൽ ആണെങ്കിൽ അവരവരുടെ ടെസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന, അതിനകത്ത് ഈ പറഞ്ഞ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത്രയും മതിയാവും ഒരു ഓവർസിയർ ഗ്രേഡ് എക്സാം ആണെങ്കിൽ. AE ഗ്രേഡിലോട്ടേക്ക് പോകണമെങ്കിൽ സന്തോഷ് കുമാർ ഗാർഗിന്റെ ടെസ്റ്റ് നല്ലതാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി. അപ്പം ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് നമുക്കൊരു ഓപ്ഷനിലാണ്. ഓവർസിയറിന് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്സുകൾ യൂസ് ചെയ്യും. നല്ല റെഫറൻസ് ആണ് ഡിപ്ലോമ ITI ലെവൽ എന്ന് പറയുന്നത്. ഇനി ഇച്ചിരി ലെവൽ കൂടുതലുള്ള എക്സാമുകൾ ആണെങ്കിൽ SK ഗാർഗ്, അതിൽ കൂടുതലും ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്ന വേറെ ടെക്സ്റ്റുകളും ഉണ്ട്. അപ്പൊ പരിചയമുള്ള ഒരെണ്ണം SK ഗാർഗ് ആണ്. നല്ല ടെക്സ്റ്റ് ആണ്. മനസ്സിലാവുന്ന തിയറി പോർഷൻസ് തന്നെയാണ് അതിനകത്തും. നെക്സ്റ്റ് വൺ ഹൈവേ എഞ്ചിനീയറിംഗ് ആണ്. ഹൈവേ എഞ്ചിനീയറിംഗിന് നല്ലൊരു ടെക്സ്റ്റ്, അത് AE ലെവലിൽ നല്ലൊരു ടെക്സ്റ്റ് ആണ് ഹന്ന എന്ന് പറയുന്നത്. ആ ഹന്നയുടെ ടെസ്റ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവർസിയർ ഗ്രേഡിന്റെ കുറച്ച് പോർഷൻസ് നമുക്ക് ഒത്തിരി ഇൻഡെപ്ത് ഒന്നും നോക്കണ്ട, പക്ഷെ AE ലെവൽ ഇൻഡെപ്ത് നോക്കണം. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ഹന്ന എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്സ് കൂടുതലും തിയറിയും ന്യൂമറിക്കൽസും എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നതാണ് എങ്കിൽ നിങ്ങളും കമന്റ് ബോക്സിൽ അത് കമന്റ് ചെയ്യുക, മെൻഷൻ ചെയ്യുക സബ്ജക്റ്റ്, ഓഥറിന്റെ പേരും. കാരണം മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അത് ഉപകാരപ്പെടട്ടെ. അപ്പൊ മാക്സിമം അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.